യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഓഡ് വൺ ഔട്ട് എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ കൂട്ടത്തിലും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. ആ ആളുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. എങ്കിലും ആ വ്യക്തി തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പലപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് അത്യത്ഭുതമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിലായാലും വിദ്യാഭ്യാസപരമായാലും കൃഷിയിലായാലും ആത്മീയത്തിലായാലുമൊക്കെ ഈ മാറ്റം കൊണ്ടുവരുന്ന ഇതുപോലെയുള്ള വ്യക്തികളെ നമുക്ക് കാണാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പീഡനിമിത്തം ജനം ചിതറിയപ്പോൾ ഫിലിപ്പോസ് എന്ന ക്രിസ്തു ശിഷ്യൻ ശമര്യ പട്ടണത്തിൽ പോയി എന്ന് നാം വായിക്കുന്നു. അവിടെ അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവർത്തികളിലെ 2-ാമത്തെ പരിവർത്തനത്തിന്റെ വിശദീകരണമാണ് ഈ 8-ാം അധ്യായത്തിൽ പറയുന്നത്. 2-ാം അധ്യായത്തിൽ യെരുശലേമിലെ യഹൂദ ജനതയുടെ മാനസാന്തരം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പരിവർത്തനം ശമര്യയിൽ നടക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. ഈ ശമര്യ പട്ടണത്തിൽ സുവിശേഷം ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. സ്തേഫാനോസിനെ പോലെ ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദനായിരുന്നു ഫിലിപ്പോസ്. ഇനി ആരായിരുന്നു ഈ ശമര്യർ? BC 721 അശൂര്യർ ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇസ്രായേല്യരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. ബാബിലോണിൽ അശൂര്യർ മാത്രമല്ല മറ്റു ജാതികളും ഉണ്ടായിരുന്നു. ഈ ജാതികളുമായി ഇസ്രായേൽ ജനം ഇടകലർന്നു ഒരു സമ്മിശ്ര ജാതിയായി ഉളവായി. വിശുദ്ധിയും വേർപാടും പാലിക്കാത്ത ഇക്കൂട്ടരെ യഹൂദന്മാർ, അതായത് സാക്ഷാൽ ഇസ്രായേല്യർ, അവഗണിച്ചു. അവരുമായി ഒരു സമ്പർക്കവും ഇല്ലാതെയായി മാറി. ആ പട്ടണത്തിൽ കടക്കുകയോ അവരുമായി സംസാരിക്കുകയോ അവിടെ നിന്ന് ആഹാരം കഴിക്കുകയോ അവിടെ താമസിക്കുകയോ ചെയ്യുവാൻ അവർക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പട്ടണത്തിലേക്കാണ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് പോയതും അവിടെ ഒരു സ്ത്രീയുമായി സംസാരിക്കുകയും അവൾ പിന്നീട് യേശു മശിഹയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പട്ടണത്തിലുള്ളവരെ അറിയിക്കുകയും ചെയ്തതും. അവർ യേശുവിൻ്റെ അടുക്കൽ ഓടിക്കൂടി. യേശു അവരോട് സംസാരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഇതാ യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം വീണ്ടെടുപ്പിന്റെ സുവിശേഷം അറിയിക്കാൻ ഫിലിപ്പോസ് എന്ന വ്യക്തിയെ ദൈവം ശമര്യയിലേക്ക് അയച്ചു. യവന ഭാഷ സംസാരിക്കുന്ന യഹൂദനാകയാൽ, പാലസ്തീന് പുറത്ത് ജനിച്ചു വളർന്ന ഒരു യഹൂദനാകയാൽ പാലസ്തീനിലെ യഹൂദന്മാർക്ക് ശമര്യരോടുള്ള അത്ര വലിയ അകൽച്ച ഈ ഫിലിപ്പോസിന് ശമര്യരുമായി ഉണ്ടായിരുന്നില്ല. സ്തേഫാനോസിനെ പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഫിലിപ്പോസിനും കഴിഞ്ഞു. ഈ അത്ഭുതങ്ങൾ സദസ്സിനെ ആകർഷിക്കുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഫിലിപ്പോസ് അവിടെ ചെയ്തത്? 7-ാം വാക്യം പറയുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിൽ ഇതുപോലെയുള്ള ദൈവപ്രവൃത്തി കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി. അവർക്കുണ്ടായ സന്തോഷത്തിന്റെ വേരുകൾ നാം നോക്കുമ്പോൾ ഒരു വലിയ പീഡനിമിത്തം ഒരു ജനം ചിതറിപ്പോക്കുണ്ടായപ്പോഴാണ് സുവിശേഷം ശമര്യയിലേക്ക് എത്തപ്പെട്ടതും അവിടെ പ്രസംഗിക്കപ്പെട്ടതും. അതിനോടൊപ്പം വലിയ അത്ഭുതങ്ങളും നടന്നു. അങ്ങനെയാണ് വലിയ സന്തോഷം ശമര്യർക്ക് ഉണ്ടായത്. യെരുശലേമിലെ പീഡ വലിയ നിലവിളി യെരുശലേമിൽ ഉയർത്തിയപ്പോൾ അത് മുഖാന്തരം ചിതറിക്കപ്പെട്ട ജനം ചെന്നെത്തിയ ശമര്യയിൽ വലിയ സന്തോഷത്തിന് കാരണമായി തീരുകയും ചെയ്തു. പാരമ്പര്യമുള്ള യെരുശലേമ്യർ സുവിശേഷം നിഷേധിച്ചപ്പോൾ ശമര്യർ അത് സസന്തോഷം സ്വീകരിച്ചു. ഇന്നും അങ്ങനെ തന്നെയാണ്. പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ യഥാർത്ഥ സുവിശേഷം നിഷേധിക്കുമ്പോൾ ജാതികളെന്ന് നാം കരുതുന്നവർ സസന്തോഷം സുവിശേഷത്തെ സ്വീകരിക്കുകയും നമ്മേക്കാൾ നന്നായി അവർ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. ഒരു വിടുതലിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ എവിടെയും എക്കാലത്തും സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാകുന്നു. വിശ്വാസം നിമിത്തം പീഡയോ കഷ്ടമോ ഉണ്ടായാൽ പോലും അതിൻ്റെ മധ്യേ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷത്തെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയായി നമുക്ക് കാണാൻ കഴിയും. ഈ ചിതറിപ്പോയവരുടെ പ്രത്യേകത എന്താണ്? അവർ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന് കാണാം.
അപ്പോസ്തലന്മാരുടെ നേതൃത്വം ഒന്നും ഇല്ലാത്ത ഇടത്തും ഒരു വിശ്വാസി എത്തപ്പെട്ടാൽ അവിടെയും സുവിശേഷം പ്രസംഗിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഒരപ്പോസ്തോലനും ശമരിയിലേക്ക് ചെന്നിരുന്നില്ല ആ സമയത്ത്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ എത്തപ്പെട്ട പലർക്കും തങ്ങൾക്ക് പോകുവാൻ ഒരു സഭയില്ലാതെ വന്നപ്പോൾ അവിടെ അവരുടെ ആത്മീയത ഒട്ടും നശിച്ചു പോയില്ല. വചനമുള്ളിലുള്ളവൻ ആ തീ കത്തിക്കുകയും അങ്ങനെ ചെറിയ കൂട്ടങ്ങൾ ഉണ്ടാകുകയും പിന്നീട് അത് വലിയ സഭയായി മാറുകയും ചെയ്തത് നാം കണ്ടിട്ടില്ലേ? ഒരു സാധാരണ വിശ്വാസിയിലൂടെ വലിയ സഭകൾ ഉടലെടുക്കും എന്നതിന് തെളിവാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ നടക്കുന്ന പല സംഭവങ്ങളും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഞാനും നീയും എങ്ങനെയാണ്? അയക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നാം മറഞ്ഞിരിക്കുന്നവരാണോ അതോ മറ നീക്കി പുറത്തു വരുന്നവരാണോ? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ എന്നെയും നിന്നെയും ദൈവം എടുത്ത് ഉപയോഗിക്കും. നമ്മിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. നമ്മിലൂടെ നടക്കുന്ന പ്രവൃത്തി കണ്ട് ആളുകൾ അടുത്തു വരും. നമ്മുടെ വാക്കുകൾ അവർ ശ്രദ്ധിക്കും. അതിന്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചേ. 6-ാം വാക്യത്തിൽ പറയുന്നു, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരൻ കേട്ടു, കണ്ടു, ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ വിശ്വാസമാണ് തിങ്ങിക്കൂടിയ പുരുഷാരത്തിന്റെ വിടുതലിന് കാരണമായി തീർന്നത്. ആ വിടുതലാണ് ഒരു സന്തോഷത്തിന്, മഹാസന്തോഷത്തിന് കാരണമായി തീർന്നത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യ പട്ടണത്തിലെത്തിയ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. പുരുഷാരം ഒന്നിച്ചുകൂടി. അതിന് കാരണക്കാരി ഒരു ശമര്യ സ്ത്രീയായിരുന്നു. അവൾ പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലുള്ളവർ എല്ലാവരും യേശുവിന്റെ അടുക്കൽ വന്നുകൂടി അവന്റെ വചനം കേട്ടു. യേശുവിനെ കണ്ടപ്പോൾ, വചനം കേട്ടപ്പോൾ തങ്ങളോടുകൂടി പാർക്കണം എന്നവർ അപേക്ഷിച്ചു. 2 ദിവസം യേശു ശമരിയിൽ താമസിച്ചു. യേശു സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് പട്ടണക്കാർ വിശ്വസിച്ചു. ഇപ്പോൾ ഇതാ ആ സ്ഥലത്തേക്ക് ഫിലിപ്പോസ് എന്ന വ്യക്തി കടന്നു പോകുന്നു. യെരുശലേമിൽ നിന്ന് സഭ ശമരിയിലേക്ക് പടരുവാൻ കാരണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്കും വീടുകളിലേക്കും സ്ഥലങ്ങളിലേക്കും നാം അയക്കപ്പെടുമ്പോൾ ഉള്ളിലുള്ള തീ കെട്ടുപോകാതെ അതിന്റെ ജ്വാല ജ്വലിപ്പിക്കുന്നവരായി നാം തീരണം. പട്ടണം നാം മുഖാന്തരം സന്തോഷിക്കാൻ ഇടയായി തീരും. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.